അപ്പോൾ എല്ലാവർക്കും പെസഹ വ്യാഴമായിട്ട് നമുക്കിന്ന് ഒരു ഇൻട്രിയപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വലിയ മൂടി തേങ്ങ ചരുവി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്തിട്ട് വന്ന ഈ അരപ്പ് കൂടി അതിലേക്ക് ചേർക്കാം. കഴുകി വൃത്തിയാക്കിയ ഉഴുന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്, അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കാൻ പോകുന്നത്. നന്നായി കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ല മയം കിട്ടും. നമ്മൾ ഇല മുറിച്ചിട്ട് വന്നിട്ട് ഇലയട ഉണ്ടാക്കുന്ന ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇല. നമ്മുടെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ. ഇനി നമുക്ക് ഉരുളകളാക്കി ഇതേ ഈ ഒരു ഷേപ്പിൽ നമുക്കിതിങ്ങനെ ആക്കി വയ്ക്കാം. ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതുപോലെ മടക്കി പ്ലേറ്റിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളിതെല്ലാം ഇതുപോലെ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാൻ പോവാം. നമ്മളിത് തീ കത്തിച്ചു. ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് തട്ടൊക്കെ വെച്ച് നമുക്കിത് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് ഒരു 10-15 മിനിറ്റോളം വെക്കുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കേണ്ടത് എന്തോന്ന്. നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ആയോന്ന് നോക്കാം നമുക്ക് ഒരെണ്ണം എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തത് ഒന്ന് ഇലയൊക്കെ പൊളിച്ചിട്ട് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് കുഞ്ഞ് കഷ്ണമായിട്ട് മുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനിയൊന്നും അടുപ്പിൽ വയ്ക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് ആ വിറകൊന്ന് മാറ്റാം. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുത്ത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇൻട്രിയപ്പം ഇവിടെ റെഡിയായി. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.